ആറ്റിങ്ങലിലെ ഡിവൈഎസ്പി, SHO, SI തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. സുധീർ ആരോപിച്ചു. ആറ്റിങ്ങലിലെ പോലീസ് മണ്ണ് മാഫിയ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച DYSP ഓഫീസിലേക്ക് നടത്തിയ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആറ്റിങ്ങൽ മേഖലയിൽ നെൽവയൽ സംരക്ഷണ നിയമം ലംഘിച്ചുകൊണ്ട് വ്യാപകമായ നിലനികത്തലാണ് നടക്കുന്നത്. കാർഷിക ഓഫീസർ പലതവണ ആവശ്യപ്പെട്ടിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ അധികാര സ്ഥാനങ്ങളെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് കഴിഞ്ഞ എത്രയോ മാസങ്ങളായി, ഇപ്പോൾ അതിവ്യാപകമായി എത്രയോ മാസങ്ങളായി ആറ്റിങ്ങൽ മേഖലയിൽ വ്യാപകമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള നിലം നികത്തലും മണ്ണടിപ്പും തുടരുകയാണ്. ഇത് തടയാൻ ഒരു പോലീസ് സംവിധാനം ഇന്ന് ഈ നാട്ടിലില്ലാത്ത സാഹചര്യമാണ്. ഈ തടയാനുള്ള പോലീസ് സംവിധാനം ഇന്ന് ഈ നാട്ടിലില്ലാത്ത സാഹചര്യം, ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സാഹചര്യം. ഇന്ന് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് യുവമോർച്ചയും ഭാരതീയ ജനതാ പാർട്ടിയും വരാനുണ്ടായ സാഹചര്യം ഈ നാടിനെ തകർക്കാൻ നിൽക്കുന്ന രാഷ്ട്രീയ റിയൽ എസ്റ്റേറ്റ് മണ്ണ് മാഫിയക്കാരുടെ ഏജന്റായി ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇന്ന് നമുക്ക് മുന്നിലുള്ളത് കൊണ്ടാണ്. പോലീസ് പിടികൂടി സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന മണ്ണുമാന്തി യന്ത്രം വിട്ടുകൊടുക്കാതെ തന്നെ മണ്ണടിക്കുന്നവർ കൊണ്ടുപോയി വീണ്ടും ഉപയോഗിക്കുന്നത് പോലീസിന് നാണക്കേടാണെന്നും സുധീർ പറഞ്ഞു. CPM നേതാക്കളുടെയും നഗരസഭാ ചെയർമാന്റെയും ഒത്താശയോടെയാണ് ഈ നിയമലംഘനങ്ങൾ നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തിട്ട JCB പോലീസുകാർ വിട്ടുകൊടുക്കാതെ എങ്ങനെയാണ് വീണ്ടും മണ്ണടിക്കാൻ പോയത്? ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെ CPM മുഴുവൻ നേതാക്കന്മാരും ഇതിൽ മാസപ്പടി പറ്റുന്ന ആളുകളാണ്. DYFയുടെയും CPMന്റെയും നേതാക്കന്മാർക്ക് ഒരു ലോഡ് കണക്കിനാണ് കമ്മീഷൻ. അതുകൊണ്ട് അവരാരും മിണ്ടില്ല. നിയമം ലംഘിച്ചുകൊണ്ട്, ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അനധികൃതമായി നിലം നികത്താനിട്ട മുഴുവൻ മണ്ണും ഒരാഴ്ചക്കകത്ത് മാറ്റിയില്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ ഈ നാട്ടിലുണ്ടാകും എന്നതിൽ തർക്കമില്ല. സമരത്തിനിടെയുണ്ടായ പോലീസ് നടപടിയിൽ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജിച്ചു ഗോവിന്ദിന് കൈയിൽ ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തെ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനകീയ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് SR രാജികുമാർ മുന്നറിയിപ്പ് നൽകി. നിയമവിരുദ്ധമായി കൊണ്ടിട്ട മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു. മാർച്ചിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സൂര്യകൃഷ്ണൻ, ദേശീയ കൗൺസിൽ അംഗം തോട്ടക്കാട് ശശി, ഇലകമൺ സതീശ്, രാജേഷ് മാധവൻ, സജി നെടുമങ്ങാട്, ആനന്ദ് മോഹൻ, അനന്തു, രൂപേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.